ഭാഷയെ വാചിക ചേഷ്ട എന്ന് പറഞ്ഞത് B.F. സ്കിന്നർ. മുതിർന്നവരുടെ ഭാഷാപ്രയോഗം അനുകരിച്ച് കുട്ടി ഭാഷ പഠിക്കുന്നു എന്ന് പറഞ്ഞത് B.F. സ്കിന്നർ. ഡാൾട്ടൺ പദ്ധതി ആവിഷ്കരിച്ചത് ഹെലൻ പാർക്കേഴ്സ്റ്റ്. ഭാഷാ സ്വീകരണ ഉപകരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് നോം ചോംസ്കി. ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗിൽഫോർഡ്. വൈകാരിക ബുദ്ധി സിദ്ധാന്തം അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആവിഷ്കരിച്ചത് ഡാനിയൽ ഗോൾമാൻ. ഖരബുദ്ധി ദ്രവബുദ്ധി സിദ്ധാന്തം അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഓർ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആവിഷ്കരിച്ചത് റേമണ്ട് കാറ്റൽ. ത്രിമൂർത്തി സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാർക്കിക് തിയറി ആവിഷ്കരിച്ചത് സ്റ്റേൺബർഗ്. ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി ആവിഷ്കരിച്ചത് സ്പിയർമാൻ. മൾട്ടി ഫാക്ടർ തിയറി അല്ലെങ്കിൽ ബഹുഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് തൊണ്ടേക്ക്. ആറ്റിറ്റ്യൂഡ് സ്കെയിലിൻ്റെ നിർമ്മാതാവ് തേഴ്സ്റ്റൺ. സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആവിഷ്കരിച്ചത് തേഴ്സ്റ്റൺ. ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ മൊണാർക്കി തിയറി ആവിഷ്കരിച്ചത് ഡോക്ടർ ജോൺസൺ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുവിധ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹവാർഡ് ഗാർണർ. മാനവികതാവാദം ആരുടേതാണ്? എബ്രഹാം മാസ്ലോ, കോൾ റോജേഴ്സ്. വ്യക്തി കേന്ദ്രീകൃത ചികിത്സ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോൾ റോജേഴ്സ്. ആദർശാത്മക അഹം അല്ലെങ്കിൽ യാഥാർത്ഥ്യാനുസൃത അഹം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോൾ റോജേഴ്സ്. ഫ്രീഡം ടു ലേൺ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോൾ റോജേഴ്സ്. അഭിപ്രേരണാ സിദ്ധാന്തം അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറി ആരുടേതാണ്? എബ്രഹാം മാസ്ലോ. ആവശ്യങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് ആരുടേതാണ്? എബ്രഹാം മാസ്ലോ. സമഗ്രതാവാദം അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? മാക്സ് വെർത്തിമർ, കോഫ്ക, കോഹ്ലർ. ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി ആരുടേതാണ്? കർട്ട് ലെവിൻ. ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം ആരുടേതാണ്? പിയാഷെ, ബ്രൂണർ. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുടേതാണ്? വൈഗോട്സ്കി. പൗരാണിക അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടേതാണ്? പാവ്ലോ. ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി ആവിഷ്കരിച്ചത് തൊണ്ടേക്ക്. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് ആവിഷ്കരിച്ചത് B.F. സ്കിന്നർ. നിരീക്ഷണ പഠനം അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ് ആരുടേതാണ്? ആൽബർട്ട് ബന്ദൂര. വൈകാരിക വികാസം അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആവിഷ്കരിച്ചത് ആര്? കാതറിൻ ബ്രിഡ്ജസ്. കണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന ബുക്ക് ആരുടേതാണ്? റോബർട്ട് എസ് വുഡ്വർത്ത്. കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് ആരുടേതാണ്? ജെറോം എസ് ബ്രൂണർ. ലാഡ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോം ചോംസ്കി. ലാഡിൻ്റെ ഫുൾ ഫോം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്.